അമേരിക്ക ഇറാനിൽ ഒരു ആക്രമണം നടത്തിയാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കി ഇറാൻ. എന്നാൽ തങ്ങൾ അമേരിക്കയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം നശിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കമെന്നും രാജ്യത്തുണ്ടായ പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും ഇറാൻ വിമർശിച്ചു. ഇറാനിലെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗ്ഷിയാണ് അമേരിക്കയ്ക്കെതിരായ പ്രതികരണം നടത്തിയത്. പേർഷ്യൻ ഭാഷയിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിനോടായിരുന്നു പ്രതികരണം. ഇറാൻ സായുധ സേനകൾ രാജ്യസുരക്ഷ മുൻനിർത്തി കരുത്തുകൂട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇസ്മായിൽ ബഗ്ഷി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്റർനെറ്റ് വിലക്ക് ഇറാൻ തുടരുമെന്ന സൂചനയാണ് BBC നൽകുന്നത്. രാജ്യത്തെ പ്രതിഷേധം വീണ്ടും ശക്തമാകാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇറാനിലെ പ്രക്ഷോഭത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടാൻ കാരണമെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി കുറ്റപ്പെടുത്തിയിരുന്നു. ഇറാനിലുടനീളം നടന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ 500ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് 5000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മേഖലാസ്ഥാനമായുള്ള ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തീവ്രവാദികളും സായുധ കലാപകാരികളും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ആരോപിച്ചു. കണക്കുകൾ പരിശോധിച്ചുവെന്നും അന്തിമ മരണസംഖ്യ കുത്തനെ ഉയരാൻ സാധ്യതയില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെതിരെ ഡിസംബർ 28-ന് ആരംഭിച്ച രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പൗരോഹിത്യ ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ പ്രകടനങ്ങളായി വളർന്നു. 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും മാരകമായ അസ്വസ്ഥതയാണിത്. ആക്രമണത്തിന് വിദേശ ശത്രുക്കളെയാണ് ഇറാനിയൻ അധികാരികൾ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് സമ്മതിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും അശാന്തിക്ക് ഒത്താശ ചെയ്തുവെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആരോപിച്ചു. US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ശനിയാഴ്ച 3308 മരണങ്ങളെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും 4382 കേസുകൾ കൂടി പരിശോധിച്ചു വരികയാണെന്നും പറഞ്ഞു. 24,000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. സ്ഥിരീകരിച്ച മരണസംഖ്യ കാര്യമായി വർദ്ധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഉയർന്ന കണക്കുകളെ എതിർത്തു. ഇസ്രയേലും വിദേശത്ത് ആസ്ഥാനമായുള്ള സായുധ ഗ്രൂപ്പുകളും കലാപത്തിൽ ഉൾപ്പെട്ടവരെ പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ചു. പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധശിക്ഷയ്ക്ക് വിധേയരാകുകയോ ചെയ്യുന്നത് തുടർന്നാൽ വാഷിംഗ്ടണിന് ഇടപെടാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ടെഹ്റാൻ ഷെഡ്യൂൾ ചെയ്ത കൂട്ടവധശിക്ഷകൾ പിൻവലിച്ചതായും ഇറാൻ നേതൃത്വത്തിന് അങ്ങനെ ചെയ്തതിന് നന്ദി പറഞ്ഞതായും ട്രംപ് പറഞ്ഞു. എന്നിരുന്നാലും വധശിക്ഷകൾ തുടരാമെന്ന് ഇറാന്റെ ജുഡീഷ്യറി ഞായറാഴ്ച സൂചന നൽകി. ഞങ്ങൾ രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കില്ല, പക്ഷേ ആഭ്യന്തര അല്ലെങ്കിൽ അന്തർദേശീയ കുറ്റവാളികളെ ശിക്ഷിക്കാതെ വിടില്ല എന്നും ഖമേനി പറഞ്ഞതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നർത്ഥം വരുന്ന ഇസ്ലാമിക നിയമപദമായ മൊഹറേബ് എന്ന പേരിൽ നിരവധി കേസുകൾ തരം തിരിച്ചിട്ടുണ്ടെന്ന് ജുഡീഷ്യറി വക്താവ് അസ്ഗർ ജഹാംഗീർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാനിയൻ നിയമപ്രകാരം വധശിക്ഷ നൽകാവുന്ന കുറ്റമാണിത്. കുർദിഷ് വിഘടനവാദ ഗ്രൂപ്പുകൾ വളരെക്കാലമായി സജീവമായിരുന്ന ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ കുർദിഷ് മേഖലകളിലാണ് ഏറ്റവും മാരകമായ ചില ഏറ്റുമുട്ടലുകൾ നടന്നതെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലെ മുൻകാല അശാന്തി രീതികളിലും ഉയർന്ന തോതിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് സായുധ കുർദിഷ് വിഘടനവാദ ഗ്രൂപ്പുകൾ ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ്. വിദേശ സംഘടനകൾ അടിച്ചമർത്തൽ സമയത്ത് അസ്ഥിരത മുതലെടുക്കാൻ ശ്രമിച്ചിരിക്കാമെന്നാണ്. കുർദിഷ് ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് പ്രതിഷേധത്തിനിടെ ഏറ്റവും തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നതെന്ന് നോർവേ ആസ്ഥാനമായുള്ള കുർദിഷ് അവകാശ സംഘടനയായ ഹെൻഗാവ് സമാനമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.